അനുദിന വിശുദ്ധർ മാർച്ച് 7 വിശുദ്ധരായ പെർപെട്ടുവായും ഫെലിസിറ്റാസും. 1-ാം നൂറ്റാണ്ടിലെ തിരുസഭാ ചരിത്ര പുസ്തകത്തിൻ്റെ താളുകളിലൊന്ന് വിശുദ്ധരായ പെർപെട്ടുവായെയും ഫെലിസിറ്റാസിനെയും കുറിച്ചുള്ള വിവരണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഈ രണ്ടുപേരെയും വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കുവാനുള്ള വിധി കേട്ടപ്പോൾ അവർക്കുണ്ടായ അവിശ്വസനീയമായ ഭാവഭേദങ്ങൾ ചരിത്രരേഖകൾ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. അമ്മയായിരുന്ന വിബിയ പെർപെട്ടുവായും ഒരു അടിമയും തൻ്റെ മരണത്തിന് 3 ദിവസം മുൻപ് മാത്രം ഒരു കുട്ടിക്ക് ജന്മം നൽകിയവളുമായ ഫെലിസിറ്റാസും ക്രിസ്തീയ വിശ്വാസത്തിൽ ആഴപ്പെട്ട 2 വ്യക്തികളായിരുന്നു. ഇത്തരം മതപരിവർത്തനം ചെയ്തവർക്ക് നേരെയുള്ള സെപ്റ്റിമിയൂസ് സെവേരിയസിൻ്റെ കീഴിലുള്ള മതപീഡനം വളരെ കഠിനമായിരുന്നു. ആധികാരിക രേഖകളിൽ ഇപ്രകാരമുള്ള ഹൃദയസ്പർശിയായ ഒരു വിവരണം നമുക്ക് കാണുവാൻ സാധിക്കും. അതിപ്രകാരമാണ്: ആ ദിവസം വന്നു കഴിഞ്ഞു, അവരെ ക്രൂരമൃഗത്തിന് എറിഞ്ഞു കൊടുക്കുന്ന ആ ദിവസം. തനിക്ക് മുന്നേ തൻ്റെ കൂട്ടുകാരിയെ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുമോ എന്ന ഭയത്താൽ ഫെലിസിറ്റാസ് ദുഃഖവതിയായിരുന്നു. അവൾക്ക് 8 മാസം ഗർഭിണിയായിരുന്നു. റോമൻ നിയമമനുസരിച്ച് അങ്ങനെയുള്ളവരെ അവരുടെ കുട്ടിയുടെ മരണത്തിന് മുൻപ് കൊല്ലുവാൻ പാടില്ല. പക്ഷേ അവളുടെ സഹതടവുകാരുടെ പ്രാർത്ഥനകൾ ഫലിക്കുകയും അവൾക്ക് ഒരു പെൺകുട്ടി പിറക്കുന്നതുവരെ അവളുടെ സമയം നീട്ടപ്പെടുകയും ചെയ്തു. പ്രസവവേദനയാൽ പിളയുന്ന അവളെ നോക്കി കാവൽക്കാരിൽ ഒരാൾ ഇങ്ങനെ ചോദിച്ചു: ഇപ്പോൾ നീ ഇത്രമാത്രം സഹനം അനുഭവിക്കുന്നുവെങ്കിൽ നിന്നെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ നീ എന്തു ചെയ്യും? അവളുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ഇപ്പോൾ ഞാൻ സഹിക്കുന്നു, പക്ഷേ എനിക്ക് വേണ്ടി സഹിക്കുന്ന മറ്റൊരാളും എന്നിലുണ്ട്. കാരണം അവനു വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നത്. പേറ്റുനോവ് അനുഭവിച്ചപ്പോൾ അവൾക്ക് സങ്കടമായിരുന്നു, പക്ഷെ വന്യമൃഗങ്ങൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ അവൾ ആനന്ദിക്കുകയായിരുന്നു. മാർച്ച് 7 ആ ധീര വനിതകളെ പോരാട്ട രംഗവേദിയിലേക്ക്, അതായത് ആംഫി തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. തങ്ങളുടെ ദുർബലത അറിയാമായിരുന്നുവെങ്കിലും യേശുവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് യേശുവിനാൽ ക്ഷണിക്കപ്പെട്ട തങ്ങളുടെ രക്തസാക്ഷിത്വം മകുടം ചൂടാനായി അവർ ഒരാഘോഷത്തിനെന്ന വണ്ണം ധൈര്യപൂർവ്വം പോയി. ക്രൂരമായി ചമ്മട്ടി കൊണ്ട് അടിച്ചു മുറിവേൽപ്പിക്കപ്പെട്ടു. അതിനുശേഷം അവരെ അസാമാന്യ ശക്തിയും കലിയുമുള്ള ഒരു കാട്ടുപോത്തിന് എറിഞ്ഞുകൊടുത്തു. അതവരെ കുത്തി മുറിവേൽപ്പിക്കുകയും ഒടുവിൽ അവരെ വാളിനിരയാക്കുകയും ചെയ്തു.